ഹായ് നമസ്കാരം, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ കിച്ചണിലാണ്. കിച്ചൻ്റെ ബാക്ക് ഡോറിന് എടുത്താണുണ്ടോ. കിച്ചൻ്റെ ബാക്ക് ഡോറിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ കിച്ചൺ ഗാർഡൻ കാണാം. അപ്പോൾ ഈ കിച്ചൺ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഓരോന്നിൻ്റെയും അപ്ഡേറ്റ്സ് നിങ്ങളെ ഇടയ്ക്കിടെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ താരം നമ്മുടെ ടൊമാറ്റോ ആണ്, തക്കാളിയാണ്. കണ്ടോ, കുറേ കൊല്ലയായിട്ട് തക്കാളിയൊക്കെ വന്ന് നന്നായിട്ട് കാച്ചു നിൽപ്പുണ്ട്. കുറേ മേളിലോട്ട് കുറച്ച് പഴുത്തും തുടങ്ങിയുണ്ടോ. ഇവിടെയൊക്കെ കുറേ ചെറിയ തക്കാളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ തക്കാളി എന്ത് വെറൈറ്റി ആണെന്ന് എനിക്കറിയില്ല. ഇത് വളർന്നു വരുന്നതനുസരിച്ച് ഇങ്ങനെ വള്ളി പോലെ പോയിട്ട് ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്ന ഒരു ടെൻഡൻസി കാണിച്ചപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങളോട് ചോദിച്ചായിരുന്നു എന്താണ് ഇതെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പലരും എന്നോട് സജസ്റ്റ് ചെയ്തു ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ കുറേ ബ്രാഞ്ചസൊക്കെ വന്ന് ബുഷായിട്ട് നിൽക്കുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഇത് പൂത്തു തുടങ്ങി കാരണം പിന്നെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. എന്തായാലും കുറേ അധികം വിളവിപ്പം തക്കാളിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ വളരെ ചെറിയ വീഡിയോ ആണ്. നിങ്ങൾ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളി ഇങ്ങനെ ഉണ്ടാവാൻ വേണ്ടി ഞാനിതിനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫുൾ സെറ്റിങ്ങും ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുപയോഗിച്ച ആ പോട്ടിംഗ് മിക്സ് അല്ലാണ്ട് വേറെ ഒരു രാസവളമോ കീടനാശിനിയോ ഒന്നും ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ വളരെ സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു തക്കാളിയാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ സേഫാണ്. അപ്പോൾ ഈ തക്കാളി കൂടാതെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇത് കത്രിക്കയൊക്കെ ഉണ്ടായിട്ടുണ്ടോ. ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണം. ഇവിടെ കണ്ടോ കത്തിരിക്ക. അപ്പോൾ ഇതൊന്നും തന്നെ ഇതുവരെയും പ്രശ്നമില്ല. ഇതിൽ മുട്ടത്തോട് മാത്രം ഞാനിങ്ങനെ വെറുതെ വീട്ടിൽ മുട്ട പൊട്ടിക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്ന കേട്ടോ, വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വെണ്ടയും കുറേ ഉണ്ടായി. ഇതെല്ലാം ഞങ്ങൾ എടുത്തു, വെണ്ട ചീരയൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നോക്കി ഞാൻ കുറേ ചെറിയ കമ്പൊക്കെ വെച്ചിട്ട് കെട്ടിവിടാൻ നോക്കി. പക്ഷേ ഇന്നലെ ആയപ്പോഴത്തേക്ക് നല്ല കാറ്റ് വന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് മറിഞ്ഞു വീണു കേട്ടോ. മറിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ വലിയൊരു എന്താ പറയുക കമ്പൊക്കെ വെട്ടി വെച്ച് കൊടുത്തിട്ട് എല്ലായിടവും കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ള കാരണം ഇന്ന് കുറച്ച് തക്കാളിക്ക് ഞാൻ എടുക്കേണ്ട പരിപാടിയാണ്. അതിന് മുമ്പ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്, ഇപ്പം എടുത്തിരിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ഐറ്റം ഇത് വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഗ്രീൻ ടൊമാറ്റോ കൊണ്ടൊരു ചട്നി. എന്തായാലും അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ തൽക്കാലം ഇതിൻ്റെ കുറച്ച് വിളവെടുക്കൽ, ഇത് കുറച്ച് ഗ്രീനും കുറച്ച് റെഡുമായിട്ടൊക്കെ ഞാനൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും തക്കാളിയാണ് നമ്മളിന്ന് വിളവെടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഈ പച്ച ടൊമാറ്റോ കൊണ്ടൊരു ഗ്രീൻ ചട്നി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും കാണുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ, ഈ ഒരു ചെറിയ വിളവെടുപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.